പ്രിയപ്പെട്ടവർ എല്ലാവർക്കും റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലായിട്ടുള്ള തവക്കൽ പ്രോപ്പർട്ടീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്നുള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ മാത്തൂർ ഗ്രാമപഞ്ചായത്തിലാണ്. കുഴൽമന്നം മാത്തൂർ ഗ്രാമപഞ്ചായത്ത് മാത്തൂർ ജംഗ്ഷനിലാണ് നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ ചുങ്കമന്നം സെൻറ്ററിലേക്ക് വീടിൻ്റെ അവിടെ നിന്നും ജസ്റ്റ് ഒരു 600 മീറ്റർ മാത്രമാണ് ദൂരം. കിഴക്കോട്ട് ദർശനമുള്ള മുൻവശം മുഴുവൻ നെൽപ്പാടം. അപ്പോൾ ഈ നെൽപ്പാടവും പാടവും പറമ്പും അങ്ങനെ ഒന്നിച്ചാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അതിലേക്കുള്ള വഴിയാണിത്. വണ്ടികളൊക്കെ വരും, അതായത് ഇന്നോവ കാറ് അല്ലെങ്കിൽ ഇന്നോവ ക്രിസ്റ്റ അങ്ങനെയുള്ള വണ്ടികളൊക്കെ സുഖമായിട്ട് വന്ന് നമ്മുടെ കോമ്പൗണ്ടിലേക്ക് കയറാനുള്ള ഈ വീതി വഴി സൗകര്യമുണ്ട്. ഇതിലെ വണ്ടികൾ വരും. അപ്പോൾ പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ടൗണിലേക്ക് ഇവിടെ നിന്നും ഏകദേശം ഒരു 14 കിലോമീറ്ററും കുഴൽമന്നം നാഷണൽ ഹൈവേ കുഴൽമന്നം സെൻറ്ററിലേക്ക് ഒരു 3.5 കിലോമീറ്റർ 3,600 മറ്റോ ആണ് ഗൂഗിൾ ലൊക്കേഷൻ നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ അതൊരു 3,600. അപ്പോൾ ഈ മുൻവശത്തേക്ക് കാണുന്ന ഈ നെൽപ്പാടം ഉൾപ്പെടെ ഒറ്റ കോമ്പൗണ്ടായിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി. അപ്പോൾ ഇതിൽ 1 ഏക്കർ 20 സെൻറ്റ് പറമ്പ് കാറ്റഗറി. അതിനകത്ത് ഇതാണ്ട് ഇതുപോലത്തെ തെങ്ങുകൾ ഒരു 10-25-30ഓളം തെങ്ങുകൾ, നാടൻ തെങ്ങുകളാണ് ഇതിനകത്തുള്ളത് കേട്ടോ. അതാണ് ഇതുപോലെ കോൺക്രീറ്റ് റോഡിൽ നിന്ന് ഇതിങ്ങനെ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ചെറിയ ജംഗ്ഷൻ. ആ ജംഗ്ഷനിൽ നിന്ന് നേരെ നമ്മുടെ കോമ്പൗണ്ടിലേക്ക് ഇതുവരെയ്ക്കും നമുക്ക് കോൺക്രീറ്റ് റോഡ് വരുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടൊരു മണ്ണ് വഴിയാണ് വണ്ടികളൊക്കെ സുഖമായിട്ട് പോകാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഈ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ മണ്ണ് റോഡ് ഏകദേശം ഒരു 30 മീറ്റർ നീളത്തിൽ, അതൊരു 4-4.5 മീറ്ററോളം വീതിയിൽ, 4 മീറ്ററോളം നല്ല വീതിയുള്ള വഴി സുഖമായിട്ട് വണ്ടികളൊക്കെ കടക്കാനുള്ള എൻട്രൻസ് ഉണ്ട്. ആ ഗേറ്റാണ് നമ്മുടെ തുടക്കം. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു 3 ഏക്കർ നെൽപ്പാടമാണ്. ഇത് മുഴുവനും ഈ കിണർക്ക് അതിനകത്ത് പെട്ടതാണ് കേട്ടോ. ഈ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ആൾക്കാരുടെ കണ്ടൊന്നും വരുന്നില്ല, നെൽകൃഷിയൊന്നും വരുന്നില്ല. ഒറ്റ കോമ്പൗണ്ടായിട്ട് കിടക്കണം. പറമ്പും പാടവും. അതിൽ 1,500 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു വീട് വാർത്തതാണ്. പക്ഷേ വാർത്തിട്ട് അതിൻ്റെ മുകളിൽ ഓട്, സാധാ പഴയ രീതിക്കുള്ള ഒരു നാടൻ രീതിക്ക് മുകളിൽ ഓടും റൂഫ് ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത്. അതിനകത്ത് 3 ബെഡ്റൂം, 3നും കൂടെ കോമൺ ആയിട്ടൊരു ബാത്റൂം, പിന്നെ അടുക്കള, ഡൈനിങ്, സിറ്റ് ഔട്ട്, അങ്ങനെയൊക്കെ ആയിട്ടുള്ള നല്ല മനോഹരമായിട്ട് കിഴക്കോട്ട് ദർശനമുള്ള അതിമനോഹരമായിട്ടുള്ളൊരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്ന വില, ഈ മൊത്ത വിലയാണ് 3 ഏക്കർ നെൽപ്പാടവും ഈ 1 ഏക്കർ 20 സെൻറ്റ് പറമ്പും, അതിനകത്ത് അത്യാവശ്യം തെങ്ങുകൾ ഉണ്ട്, അതുപോലെ കായ്ഫലമുള്ള തെങ്ങുകളും, അതുപോലെ മാവ് ഒരു 8-9 മാവുകളുണ്ട്. അതുകൂടാതെ മറ്റു മരങ്ങളും പിന്നെ ഈ പേരമരമൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതിൽ 2 കിണർ വരുന്നുണ്ട്, ഓപ്പൺ കിണർ 2 എണ്ണവും. അതുകൂടാതെ ബോർവെൽ കണക്ഷൻ ഉണ്ട്. അതിൽ ഒരു കിണർ നമ്മുടെ പാടത്തിൻ്റെ സൈഡിലായിട്ടാണ്. പിന്നെ ഒരെണ്ണം നമുക്ക് വീട്ടാവശ്യത്തിനായിട്ടുള്ള കിണർ വീടിൻ്റെ പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട കോമ്പൗണ്ടിനകത്ത് കിടപ്പുണ്ട്. പിന്നെ ഇത് കൂടാതെ ഇതിനകത്ത് ബോർവെല്ലുണ്ട് കേട്ടോ. ബോർവെൽ ഇപ്പോൾ ഈ പുല്ലിൻ്റെ ആ ഭാഗത്തേക്ക് ഞാൻ ചെന്നില്ല, അവിടെ ഒരു ബോർവെല്ലും കുത്തിവെച്ചിട്ടുണ്ട്. വെള്ളത്തിനൊന്നും ഒരു തരത്തിലും ക്ഷാമമില്ല കേട്ടോ, പാടത്തിൻ്റെ സൈഡൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇതിന് വില ഞാൻ പറയാം. വില പറഞ്ഞതിന് ശേഷം താല്പര്യമുള്ളവർ ബാക്കി ഭാഗങ്ങളായിരുന്നു വീഡിയോ കണ്ടിരുന്നാൽ മതിയല്ലോ. കാരണം ഇതൊരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ഒന്നുമല്ല. ഇങ്ങനെ ഒരു വസ്തു വിൽക്കാനുണ്ടെന്ന് അറിയിച്ചു, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ചെന്നു വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ വില 1,15,00,000 രൂപയാണ് ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്നത്. കുറയോ എന്ന് ചോദിച്ചാൽ ചെറിയ രീതിക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1.5 കോടിയൊക്കെ പറഞ്ഞിരുന്ന ഒരു പ്രോപ്പർട്ടി ആയിരുന്നെന്നാണ് നമ്മളോട് ഇവർ പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്നും ഇപ്പോൾ വില കുറച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതായത് 1,15,00,000 രൂപ കിട്ടണമെന്ന് പറഞ്ഞു. 1,15,00,000 ഞാൻ വീഡിയോയിൽ പറയാൻ ചേട്ടാ, അതിന് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, പാലക്കാട് ജില്ലയാണ്. തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേ 544 കുഴൽമന്നം ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഈ വീട്ടിലേക്ക് വരുന്ന ദൂരം ജസ്റ്റ് ഒരു 3.5 കിലോമീറ്റർ ദൂരമാണ്. അതിനകത്ത് നമുക്ക് ഒരു 100 മീറ്റർ ദൂരം വണ്ടികളൊക്കെ ചെല്ലും. കാരണം ഞങ്ങൾ കാറായിട്ട് അവിടെ ചെന്നു. അപ്പോൾ വണ്ടികളൊക്കെ വരാനുള്ള ഈ 100 മീറ്റർ, മാക്സിമം 100 മീറ്റർ ദൂരം. ഒരുപാട് വലിയ വീതിയുള്ള എന്ന് വെച്ചാൽ ഒരു കാർ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കാറിന് അങ്ങോട്ട് പാസ്സാവാനുള്ള വീതിയില്ല. ഒരു കാറ് വരുമ്പോൾ ഒരു ബൈക്ക് പാസ്സായി പോകും. അങ്ങനെയുള്ള ഒരു സൗകര്യത്തോടു കൂടിയാണ്. കാരണം ഇതൊക്കെ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മുഴുവൻ കണ്ട് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം ഒരുപാട് ദൂരത്തു നിന്നൊക്കെ ആളുകൾ വരുന്നതാണ്. ഇങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടിയൊക്കെ വീഡിയോയിൽ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് ഒരുപാട് ദൂരത്തു നിന്നൊക്കെ ഒരു ഭാഗത്ത് നിന്ന് വരുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടായി തോന്നരുത്. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായതിന് ശേഷം 1-2 വട്ടം നിങ്ങൾ വീഡിയോ കണ്ടോളൂ.
എന്നതിന് ശേഷം വിളിച്ചാൽ മതി കേട്ടോ. ഇതൊരു പഴയ കളപ്പുര പോലത്തെ ഒരു പഴയ കാലത്തുള്ള ഒരു ഓടുപര വീടാണ് ഇതിൻ്റെ വലതുവശത്ത് കിടക്കുന്നത്. അതിപ്പോൾ അങ്ങനെ ഉപയോഗമൊന്നുമില്ല. ഇവിടെ നിറയെ കണ്ടോ പേരമരം, ഇതുപോലത്തെ പാലക്കാടൻ ഭാഷയിൽ കൊയ്യാക്ക എന്നൊക്കെയാണ് പറയുക, കൊയ്യാക്ക. അതിൻ്റെ ഒരു 3-4 മരങ്ങളുണ്ട്, ഇഷ്ടം പോലെ അതിനകത്ത് കൊയ്യാക്കയാണ് കേട്ടോ. ഒരു കവറ് ഞാനും വീട്ടിലേക്ക് പൊട്ടിച്ചു. അപ്പോൾ ഇതിങ്ങനെ ഒറ്റ കോമ്പൗണ്ടായി കിടക്കണം. ഇതിൽ കുറേ ഭാഗങ്ങൾ കാലി സ്ഥലമായി കിടപ്പുണ്ട്. അപ്പോൾ അതിൽ ഇനി വേണമെങ്കിൽ നമുക്ക് കുറേ തെങ്ങുകളും അതുപോലെ മാവും പ്ലാവും ഒക്കെ വെച്ച് പിടിപ്പിക്കാം, കവുങ്ങൊക്കെ വെച്ച് പിടിപ്പിക്കാം. ഒരു ഫാം ഹൗസ് പോലെ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും. ഒരു ഫാം തുടങ്ങുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമാണ്. കാരണം അധികം ദൂരമില്ല ടൗണിൽ നിന്ന്. ഞാൻ പറഞ്ഞല്ലോ പാലക്കാട് നിന്നൊക്കെ ജസ്റ്റ് ഒരു 15 കിലോമീറ്റർ ദൂരമുള്ളൂ. അപ്പോൾ അങ്ങനെ ടൗൺ ആഗ്രഹിക്കുന്നവർക്കും അതും, എന്നാൽ ടൗണിൻ്റെ പൊടിമയം പൊല്യൂഷൻ അന്തരീക്ഷത്തിൽ നിന്ന് കുറച്ച് മാറി ഒരു നാടൻ പച്ചപ്പായിട്ടുള്ളൊരു ഭാഗത്ത് വരുന്ന താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും ഒക്കെ കൂടെ ഉതകുന്ന നല്ലൊരു അടിപൊളി കിടിലൻ പ്രോപ്പർട്ടിയാണ്. ഇതിൽ ഈ കാണുന്ന ഈ വലതുവശത്ത് കാണുന്ന ഈ കവുങ്ങിൻ തോട്ടം അത് വേറൊരു പാർട്ടിയുടെയാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പുറമുള്ള വരമ്പും അങ്ങനെയായിട്ട് അങ്ങനെ നെൽപ്പാടം അങ്ങനെയാണ് 3 ഏക്കർ. അതിനകത്ത് ആ കിണർ പെടുന്നുണ്ട് കേട്ടോ, ഒരു ഓപ്പൺ കിണർ പെടും, തെങ്ങുകളൊക്കെ പെടും. അങ്ങനെയായിട്ടുള്ള നല്ല ഒരു മനോഹരമായിട്ടുള്ള ഒരു പാലക്കാടൻ ഗ്രാമീണ ഭംഗി ആസ്വദിക്കുന്നവർക്കൊക്കെ. ഇത് കുഴൽമന്നത്ത് ആ ഭാഗത്ത് കാണുന്ന ഒരു പള്ളിയാണ്. ഏതാ പള്ളി എന്ന് കറക്റ്റ് അറിയില്ല, ഒരു മുസ്ലിം പള്ളിയാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ആരാധനാലയങ്ങളൊക്കെ ഉണ്ട്. ഈ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. അതുകൂടാതെ മറ്റുള്ള അയ്യപ്പ ക്ഷേത്രങ്ങൾ, ശിവക്ഷേത്രങ്ങളൊക്കെ ഈ കോമ്പൗണ്ടിൻ്റെ അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്ററിനടുത്ത് നമുക്ക് ആരാധനാലയങ്ങളുണ്ട്, ക്രിസ്തീയ ദേവാലയങ്ങളുണ്ട്. അതുപോലെ ചുങ്കമന്നം ജംഗ്ഷനിൽ, കുഴൽമന്നം ചുങ്കമന്നം അറിയുന്നവർക്ക് അറിയാം, എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു വലിയ വലിയ ജംഗ്ഷനുകളാണ് ഈ കുഴൽമന്നവും ചുങ്കമന്നം ഒക്കെ. അതുപോലെ നമ്മുടെ ഈ ബസ് റൂട്ടിൽ നിന്നാകുമ്പോൾ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം ജസ്റ്റ് ഒരു 600 മീറ്റർ ദൂരമുള്ളൂ. ബസ് റൂട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഴൽമന്നത്ത് നിന്ന് കോട്ടായിക്ക് പോകുന്ന, ചുങ്കമന്നം വഴിക്ക് കോട്ടായിക്ക് പോകുന്ന പ്രധാന ബസ് റൂട്ട്. ആ ബസ് റൂട്ടിൽ എല്ലാ ഭാഗത്തേക്കും ബസ്സുകൾ സൗകര്യമുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ആ ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 600 മീറ്റർ ദൂരം മാത്രം. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, വീഡിയോ മുഴുവനായും കാണണേ. അതുപോലെ ഈ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ വേണം. ഇതിൻ്റെ ഈ ഫ്രണ്ടിലൊക്കെ നല്ലതുപോലെ പൈസ മുടക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതൊക്കെ ചുമര് ടൈലല്ല, കരിങ്കല്ലിൻ്റെ ടൈലല്ല പതിച്ചേക്കുന്നത്, കരിങ്കല്ല് കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഭിത്തിയൊക്കെ ഈ ഭാഗത്തൊക്കെ ഒരു 2-3-4 ഭാഗത്ത്. അത് റിനോവേഷൻ ചെയ്തിട്ടുള്ളൊരു വീടാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഉൾവശമൊക്കെ വാർത്തതാണ്. ഇവിടെയാണ് ഈ സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്ത് മാത്രമാണ് ഇങ്ങനെ ഒരു മുകളിൽ നമുക്ക് പട്ടിയും കഴുക്കോലൊക്കെ മരത്തിൻ്റെ കാണാൻ കഴിയും. ഉൾവശങ്ങളിലൊന്നും കാണാൻ കഴിയില്ല, അതൊക്കെ വാർത്ത ഭാഗമാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ ഗ്രാനൈറ്റ് പതിച്ചിരിക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ വാങ്ങുന്നവർക്ക് ഈ കരിങ്കല്ല് ജസ്റ്റ് ഒരു പോളിഷ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ മെഴുവേക്കും, ഭംഗിയാവും. അതുകൊണ്ട് ഇവിടെയൊക്കെ ഇത് കരിങ്കല്ല് കൊണ്ട് കെട്ടി നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല വീട്, അതും കിഴക്കോട്ട്, പൂമുഖം കിഴക്കോട്ടായിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു വീട്. വീടിൻ്റെ അകമൊക്കെ നിങ്ങൾ മുഴുവൻ കണ്ടോളൂ. ഇതിനകത്ത് 3 ബെഡ്റൂമാണ് വരുന്നത്. അതേതും അറ്റാച്ച്ഡ് സൗകര്യമില്ല, അതിനെല്ലാത്തിനും കൂടെ കോമൺ ആയിട്ട് ഉള്ളൊരു ബാത്റൂം സൗകര്യമാണ് ഉള്ളത് കേട്ടോ. അങ്ങനെ ഒരു TV റൂം, ഒരു ലിവിങ് റൂം എന്ന് പറയാം. അതിനോട് ചേർന്ന് തന്നെയായിട്ട് ഒരു ചെറിയ ഇടനാഴി ഉള്ളിലോട്ട് പോകുന്നു. അതിൻ്റെ ഇടതും വലതും അതിൻ്റെ പുറകിലുമായിട്ട് മൊത്തം ടോട്ടലി 3 ബെഡ്റൂം വരുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ അടുത്ത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. വീഡിയോ മുഴുവനായും കാണണേ. കുറച്ച് ഭാഗം കണ്ടിട്ട് ദയവ് ചെയ്ത് വിളിക്കരുത്. മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുത്ത ഈ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുന്നതിന് വേണ്ടി എൻ്റെ പ്രിയ സുഹൃത്തുക്കളൊന്ന് ഷെയർ ചെയ്യുകയും കൂടെ വേണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്നുകൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ വില ഒരിക്കൽ കൂടെ പറയാം. 1,15,00,000 രൂപയാണ് ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്ന വില കേട്ടോ. കുറേ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ നമ്മുടെ വീഡിയോയ്ക്ക് അടിയിൽ വരാം. അതൊക്കെ പറയുന്നവർക്ക് പറയാം, കാരണം അത് അത്രയ്ക്കില്ല ഇത്രയ്ക്കില്ല എന്ന്. ഉടമസ്ഥർ പറയുന്ന വിലയും നമുക്ക് അതിനുള്ള, കാരണം 1 ഏക്കർ നെൽപ്പാടമൊക്കെ നല്ല വീടിൻ്റെ അടുത്ത് തന്നെ, ഇങ്ങനെ കണ്ടവും കളവും എന്നൊക്കെയാണ് പറയുക പാലക്കാടൻ ഭാഷയിൽ, തൊട്ടടുത്ത് തന്നെ കിട്ടണമെങ്കിൽ ചിലപ്പോൾ കൃഷി കുറച്ച് ദൂരെയായിരിക്കും, അതുപോലെ വീടും പറമ്പും കുറച്ച് ദൂരമായിരിക്കും. ഇത് അങ്ങനെയൊന്നുമല്ല, ഇത് നമുക്ക് എല്ലാം കൂടെ ഒറ്റ കോമ്പൗണ്ടിലാണ് വരുന്നത്. 1 ഏക്കറയ്ക്കൊക്കെ എങ്ങനെയും ഒരു 10-18 ലക്ഷം രൂപ കൊടുക്കാതെ നമുക്ക് നെൽകൃഷി ഈ ഭാഗങ്ങളിൽ കിട്ടില്ല. അപ്പോൾ അത് തന്നെ 3 ഏക്കർ വരുന്നു. പിന്നെ 1 ഏക്കർ 20 സെന്റ് പറമ്പ് വരുന്നു. അതിനകത്ത് താമസയോഗ്യമായിട്ടുള്ള നല്ലൊരു വീടും. അപ്പോൾ ഒരു ബെഡ്റൂമിലേക്ക് 2 ഭാഗത്ത് നിന്ന് എൻട്രി ഉണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് അത് വിട്ടുപോയി പറയാൻ. ആണ്ടോ ഇവിടെ നമുക്കൊരു വസ്ത്രങ്ങളൊക്കെ ഇസ്തിരി ഇടാനും മറ്റുമൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗം നമുക്ക് ഉപയോഗിക്കാം. ഇതിനോട് ചേർന്ന് തന്നെയായിട്ടൊരു വലിയൊരു ഡൈനിങ് സൗകര്യം കൂടെ ഉണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കയറാനുള്ളൊരു എൻട്രി ഉണ്ട്. ഇത് 2 ഭാഗത്തുണ്ട്. ഇതുപോലെ ഞാൻ എൻട്രി മുകളിലേക്ക് നമുക്ക് താഴെ ഒരു കോണി വെച്ചിട്ട് വീടിൻ്റെ ടോപ്പിലേക്ക് കയറുന്നതിനൊരു എൻട്രി അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഡൈനിങ് സൗകര്യമാണ് ഇവിടെയുള്ളത് കേട്ടോ. ഇതൊക്കെ വാർത്ത ഭാഗമാണ്. വാർത്തിട്ട് അതിൻ്റെ മുകളിൽ ഇവർ കഴുക്കോലും പട്ടിയും കൊണ്ട് സാധാ പണ്ട് കാലത്ത് വീട് പണിയുന്നമാതിരി മുകളിൽ പണിതിട്ട് റിനോവേഷൻ ചെയ്ത വീടാണ്. പഴയ വീട് റിനോവേഷൻ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വാസ്തവം. അതുകൊണ്ട് ഇവിടെയൊക്കെ കരിങ്കല്ലാണ്. നമ്മൾ ആ ഫ്രണ്ടിൽ കണ്ട കരിങ്കല്ലിൻ്റെ ഭാഗമാണ് ഇവിടെ ഈ അടുക്കളയുടെ സൈഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത്.
അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ, താല്പര്യമുള്ളവർ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം, ഇവിടെയാണ് വിറകടുപ്പ് എത്തിക്കാനുള്ള സൗകര്യം, മുഴുവൻ കണ്ടതിന് ശേഷം, വീഡിയോ കണ്ടതിന് ശേഷം ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഇത് വന്ന് കാണാനുള്ള സൗകര്യം ചെയ്തു തരാം. ഇതിൻ്റെ അടുത്ത റെയിൽവേ സ്റ്റേഷനുകളൊക്കെ എന്ന് ചോദിച്ചാൽ പാലക്കാട് തന്നെയാണ്. പാലക്കാട് നമുക്ക് ഒലവക്കോട് ഭാഗത്തും പാലക്കാട് ജംഗ്ഷനിലൊക്കെ ആയിട്ടാണ് റെയിൽവേ സ്റ്റേഷനുകൾ വരുന്നത്. മാക്സിമം ഒരു 15 കിലോമീറ്റർ താഴെ മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ചെങ്കല്ലുകൊണ്ട് പടുത്തുയർത്തി കെട്ടിയിട്ടുള്ള ഒരു കിണറാണ് വരുന്നത് കേട്ടോ. അതിനോട് ചേർന്ന് ഒറ്റ കോമ്പൗണ്ടായി കിടക്കുന്നു. മൊത്തത്തിൽ 4 ഏക്കർ 20 സെന്റ് സ്ഥലവും ഈ വീടും. അത്യാവശ്യം ആദായങ്ങളുള്ള തെങ്ങുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ വീടിനും കൂടെ ചോദിച്ച വിലയാണ് 1,15,00,000 രൂപ, 115 ലക്ഷം രൂപ. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.